വിശുദ്ധമായ റമദാനിൽ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഈത്തികാഫോട് കൂടെയുള്ള ഇരുത്തം നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനുള്ള കാരണമായി അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി ഇത്തരത്തിലുള്ള എത്ര ദിവസം സമയം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. മഗ്ഫിറത്തിന്റെ 10ന്റെ അവസാന നിമിഷം ഇന്ന് മഗ്രിബോട് കൂടെ മഗ്ഫിറത്തിന്റെ 10 നമ്മിൽ നിന്നും വിട പറയുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഇത്തരത്തിലുള്ള മജ്ലിസുകളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല നിയ്യത്തുകൾ നല്ലതാണ്. ഞാൻ ഈ ഇരുന്ന വർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ എൻ്റെ ഇന്നാലിന്ന മുറാദ് ഹാസിലായി കിട്ടണം എന്നൊക്കെ നല്ല നിയ്യത്ത് വെക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ, ബഹുമാനപ്പെട്ടവര് ഏത് ഇൽമിന്റെ മജ്ലിസ് ഉണ്ടെങ്കിലും ദിക്റിന്റെ മജ്ലിസ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോയിരിക്കും. ഇൽമിന്റെ മജ്ലിസിൽ പോയി ഇങ്ങനെ ഇരിക്കും. ഒരു സബക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഉസ്താദുമാരെ ദർസ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പറയും പടച്ചവനോട് ദ്വാരക്കും, അല്ലാഹുവേ ഈ ദർസിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ 2 മക്കളിൽ ഒരാളെ ഇതുപോലെയുള്ള വലിയ ആലിമാക്കി തരണേ അല്ലാഹ് എന്നിങ്ങനെ ദ്വാരക്കും. ദിക്റിന്റെ മജ്ലിസിൽ പോയാൽ ആ ദിക്റിന്റെ മജ്ലിസിൽ പോയിരുന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ദ്വാരക്കും, പടച്ചവനെ എൻ്റെ മക്കളിൽ ഒരാളെ ഇതുപോലെ വലിയൊരു ആത്മീയമായ എല്ലാവർക്കും തുടരാൻ പറ്റുന്ന വിധത്തിൽ വലിയൊരു ആത്മീയമായ ഒരു നേതൃത്വമാക്കി തരണേ അല്ലാഹ് എന്നിങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. ചരിത്രം പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇമാമിന്റെ ബാപ്പക്ക് മക്കളെ ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒരു മകനാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായി തീർന്നു. അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ മാത്രം മതി അവിടുത്തെ ഇൽമ അളക്കാൻ. എല്ലാ വിഷയത്തിലും എല്ലാ ഫന്നിലും തിബ്ബിലും അതുപോലെ തന്നെ നഹ്വ് സർഫ് ഇങ്ങനെ തുടങ്ങി എല്ലാ ഇൽമിന്റെ ഉലൂമിന്റെ മേഖലകളിലും ബഹുമാനപ്പെട്ടവര് ഉന്നതമായ സ്ഥാനമെത്തി. പാപ്പാന്റെ ദുആ അല്ലാഹു തആല കബൂലാക്കി. അതിൽ പറയുന്നത് കാണാം, അഖി ഇഹ്യാ ഗസാനിൽ തനൽ ഫിഹി ശിഫാ മിൻ കുല്ലി ദാഇൻ നാദല. ഏത് മരുന്നിന്റെയും പരിഹാരം ഇഹ്യ നോക്കിയാൽ മതി. അത്രയും വലിയ ഘനപ്പെട്ട ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. മറ്റൊരു മകൻ ഉപ്പ ആഗ്രഹിച്ചതുപോലെ ആത്മീയമായ വലിയ നേതൃത്വമായി തീർന്നു. ചരിത്രത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള മജ്ലിസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ഖൗഫും ഒരു ഖുശൂഉം, അത് എത്ര ചെറിയ ആൾക്കാർ ഉറുദിയായാലും കുഴപ്പമില്ല, അതിലൊക്കെ ഇരിക്കണം. അത് വല്ലാത്തൊരു തൗഫീഖാണ്. ഇരിക്കാൻ കഴിയുന്നത് തന്നെ വല്ലാത്തൊരു ഭാഗ്യമാണ്. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിലൊക്കെ ആക്കി തരുമാറാകട്ടെ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളെ മുഖസ്തുതി പറയുന്നല്ല, ഞാൻ കണ്ട അന്ന് മുതൽ തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ക, അത് ഒരു മദ്ഹ് പറയുന്നല്ല, ഞാൻ അവിടെ അന്ന് മുതൽ തന്നെ മുപ്പര് ഏത് ചെറിയ ആൾക്കാരെ ഉറുദിയാണെങ്കിൽ അതിലിരിക്കും. അള്ളാഹു മുപ്പർക്ക് വലിയ തൗഫീഖ് കൊടുത്തിട്ടുണ്ടല്ലോ. ഖത്തറിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം, അവിടെ വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ. ഇവിടുന്ന് കാണണമായിരുന്നല്ലോ, ഞാൻ പലപ്പോഴും പോയി കണ്ടതാണ്. അള്ളാഹു വലിയ സാമ്രാജ്യം തന്നെ മാഷാ അല്ലാഹ് അദ്ദേഹത്തിന് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഏത് ഇൽമിന്റെ മജ്ലിസ് ആണെങ്കിലും അദ്ദേഹം അങ്ങനെ ഇരിക്കും, കൈനേരം ഇരിക്കാറുണ്ട്. ഞാൻ കണ്ടെന്ന് മുതൽ അങ്ങനെയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും എല്ലാവിധ പുരോഗതിയും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, അങ്ങനെ ഉണ്ട്. അപ്പൊ നല്ലൊരു കാര്യമാണ് ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അത് വല്ലാത്ത ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മളെ ചെറുദോഷം പുറത്തു പോകും. മഹാന്മാര് പറയുന്നത് കാണാം, ഒരു ഇൽമിന്റെ മജ്ലിസ്, അത് എത്ര ചെറിയ ഇൽമിന്റെ മജ്ലിസ് ആണെങ്കിലും അതിൽ നിന്ന് ഇരുന്ന് എഴുന്നേറ്റ് പോകുന്നതോടുകൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും ചെറുദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കളയും. വേറെ ഒരു ഹദീസിൽ കാണാം, 70 ചെറുദോഷം അല്ലാഹു തആല പുറത്തു കളയുന്നു. ഏതായാലും അല്ലാഹു ഈ മജ്ലിസോട് കൂടെ നമ്മളെ എല്ലാ പാപവും അല്ലാഹു പുറത്തു കളയുമാറാകട്ടെ. പടച്ചോൻ വിചാരിച്ചാൽ അതൊക്കെ നടക്കുമല്ലോ. വളരെ സിമ്പിൾ അല്ലേ? അവനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പൂർണ്ണമായും തഹാറത്താക്കാനും അല്ലാഹുവിന് വല്ലാത്ത നിമിഷ നേരം കൊണ്ട് അല്ലാഹു തആലാക്ക് കഴിയും. അവന്റെ റഹ്മത്ത് അത്രക്കും വിശാലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു സെറ്റപ്പും സൗകര്യവും പഴയകാലത്ത് അല്ലാഹു തആല നൽകാത്ത എത്രയോ സൗകര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി AC-യാണ്. ഇപ്പോൾ AC-യിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. എല്ലാത്തിനും സൗകര്യമാണ്. എല്ലാ സൗകര്യവും അല്ലാഹു തആല നമുക്ക് ഓരോ ദിവസം അങ്ങനെ കൂട്ടി തരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫിഹാ മഈഷ് ഖലീലം മാ തഷ്കുറൂൻ. വലഖദ് മക്കന്നാകും ഫിൽ അർളി, നിങ്ങൾക്ക് ഭൂമിയിൽ ഞാൻ ഇങ്ങനെ ധാരാളം സൗകര്യങ്ങൾ ചെയ്തു തന്നു. പഴയ കാലത്ത് ആളുകൾക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത എന്തെല്ലാം സൗകര്യങ്ങളാണ്.
പണ്ട് കാലത്ത് ഒരു ഭൂമിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകണമെങ്കിൽ പണ്ടത്തൊക്കെ ഹജ്ജിന്റെ കഥകൾ, പഴയ കാലത്ത് ഒരു 10-40 കൊല്ലം മുമ്പൊക്കെ ഹജ്ജിന് പോയ കഥകൾ, കപ്പലിലൊക്കെ പോയ കഥകൾ ആലോചിച്ചു. പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അതിന്റെ പ്രയാസം മനസ്സിലാവും. എന്തെല്ലാം പ്രയാസങ്ങളായിരുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു. നമ്മുടെ പഴയ കാലത്തെ ഉമ്മമാരും ഉപ്പമാരും വല്യപ്പന്മാരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ്. നമ്മളൊക്കെ പോറ്റി വളർത്താൻ അവര് അധ്വാനിച്ച അധ്വാനം എത്രയാണ്. സുബ്ഹാനല്ലാഹ്, ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ചേരി കയറ്റി വളരെ പ്രയാസപ്പെട്ടൊക്കെയാണ് നമ്മളൊക്കെ പോറ്റി വളർത്തിയത്. പഴയകാലം ഒരു 30-40 കൊല്ലത്തേക്കൊന്ന് നാം നമ്മുടെ കണ്ണോടിച്ചു നോക്കിയാൽ, പരിസര അവസ്ഥകൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് അവരൊക്കെ കടന്നുപോയത്. പക്ഷേ പെട്ടെന്നൊരു ചേഞ്ചാണ്, സഡൻ ചേഞ്ച്. ഇപ്പൊ നമുക്ക് എല്ലാ സൗകര്യങ്ങളും, പഴയ കാലത്ത് 10 കൊല്ലം മുമ്പ്, ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മളെ പ്രായമുള്ള ഉമ്മമാരൊക്കെ വളരെ ദൂരത്ത് പോയി കണലിൽ വെള്ളം കോരി ഇങ്ങനെ എടുത്തുകൊണ്ടുവന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി വീട്ടിൽ തന്നെയാണെങ്കിൽ വെള്ളം ഇങ്ങനെ കോരണം, രാവിലെയും വൈകുന്നേരമൊക്കെ അങ്ങനെ കോരണം. ഇപ്പൊ അതൊക്കെ ഒരൊറ്റ സ്വിച്ചിൽ അവസാനിക്കാണ്. ഒരു ഫോണിലൂടെ ഒന്നങ്ങ് ഞെക്കിയാൽ ഏത് രാജ്യത്തുള്ള ആൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യം ചെയ്തു തന്നു, പൈസ കൊടുത്താണ്. ഇങ്ങനെ അല്ലാഹു തആല വലഖദ് മക്കന്നാകും ഫിൽ അർളി, ഭൂമിയിൽ ഞങ്ങൾ വല്ലാത്ത സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തന്നു. എന്നിട്ട് ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നുണ്ട് വഖലീലം മാ തശ്കുറൂൻ, പക്ഷേ നിങ്ങളെ കൂട്ടത്തിൽ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ഖലീലം മാ തശ്കുറൂൻ, നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടും ഇനിയും നമ്മുടെ മൈൻഡ് എന്താണ്? നമ്മുടെ മനസ്സ് പറയുന്നത് അതൊന്നും പോരാ, എവിടെ എത്തിയിട്ടില്ല, ഇനിയും പോരാ, ഇനിയും സൗകര്യങ്ങൾ വേണം. ഇതിനേക്കാൾ അപ്പുറമുള്ള സൗകര്യം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും, രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്ക് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ചെരുപ്പിന്റെ വാറ് അവനോട് പറയും, ചെരുപ്പിന്റെ വാറ് അവനോട് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം വരും, അല്ലാതെ ഖിയാമത്ത് വന്നാൽ ഉണ്ടാകൂല. ആ ചരിത്രത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്. ഒരു ദിവസം പോയി യഹൂദി മക്കയിൽ ആടിനെ മേയ്ക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ്. കുറെ ആടുകളുണ്ട് കൂടെ. പെട്ടെന്ന് ഒരു ആടിനെ ഒരു ചെന്നായ പിടിച്ചു. ചെന്നായ പിടിച്ചപ്പം ആ ചെന്നായയുടെ പിന്നാലെ ഈ മേയ്ക്കാൻ പോയ ആ ചെറുപ്പക്കാരൻ പിന്നാലെ യഹൂദിയ മനുഷ്യന്റെ ആടിന് ചെന്നായയുടെ പിന്നാലെ ഓടി. ചെന്നായ പിടിച്ചു. ചെന്നായയിൽ നിന്ന് എങ്ങനെയോ ആ ആടിനെ രക്ഷപ്പെടുത്തിയപ്പം ആ ചെന്നായ ശുദ്ധമായ അറബി ഭാഷയിൽ സംസാരിക്കാൻ എനിക്ക് തന്ന റിസ്കാണ് മനുഷ്യ നീ പിടിച്ചെടുത്തത്. യഹൂദി അന്തം വിട്ട് നോക്കാണ്. സുബ്ഹാനല്ലാഹ്, ശുദ്ധമായ ഭാഷയിൽ, അറബി ഭാഷയിൽ ചെന്നായ സംസാരിക്കാണ്. എനിക്ക് അല്ലാഹ് തന്ന റിസ്കല്ലേ, അതല്ലേ നിങ്ങൾ പിടിച്ചു പറിച്ചത്? ഈ യഹൂദി അത്ഭുതത്തോടുകൂടെ ചെന്നായ ഇങ്ങനെ ശുദ്ധമായ അറബി ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോ അന്നത്തെ മുസ്ലിങ്ങൾക്കും യഹൂദികൾക്കും മക്കത്തുള്ള എല്ലാ ആളുകൾക്കും അറബി നല്ലോണം വശമുണ്ട്. ഇതിങ്ങനെ അത്ഭുതത്തോടുകൂടെ ഇങ്ങനെ നോക്കുമ്പോ ആ ചെന്നായ പറയാണ്, അതിനേക്കാളും വലിയ അത്ഭുതമുണ്ട് മോനെ, ഞാൻ അറബി സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടണ്ട. ഈ കുന്ന് താഴെങ്ങിറങ്ങിയാൽ ഈത്തപ്പന വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു മനുഷ്യനെ നിനക്ക് കാണാം. ആ മനുഷ്യൻ യുഖ്ബിറു മിമ്മാ മളാ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരും. വകായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാളെ വരെ എന്തെല്ലാം നടക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയുണ്ട്. താഴോട്ട് ഇറങ്ങി നോക്കൂ, ഈത്തപ്പന വൃക്ഷങ്ങൾക്കിടയിൽ ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. യഹൂദിയ മനുഷ്യൻ അത്ഭുതപ്പെട്ടു, എന്തായി പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഞാൻ എന്തായി കേൾക്കുന്നത്? ഉടൻ തന്നെ ആ യഹൂദിയ മനുഷ്യൻ പുറപ്പെടുകയാണ്. അന്വേഷിച്ച് പുറപ്പെട്ടു. അവസാനം എത്തിയില്ല ഹളറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഭയിലാണ് എത്തുന്നത്. ഒരുപാട് സഹാബികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി റസൂൽ ഇങ്ങനെ ക്ലാസ് എടുക്കാം. ആ ക്ലാസിന്റെ മാധുര്യവും സൗന്ദര്യവും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ ആ യഹൂദിയായ മനുഷ്യൻ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് ഇങ്ങനെ പോയി അടുത്ത് ഇങ്ങനെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു ചെന്നായ പറഞ്ഞു അങ്ങയെ കുറിച്ച്, അങ്ങനെയാ ഞാൻ വന്നത്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ വിളംബരത്തെ കുറിച്ച് ചെന്നായ പറയും, നാൽക്കാലികൾ പറയും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ അചേതന വസ്തുക്കൾക്ക് എല്ലാവർക്കും ഞാൻ നബിയാണെന്നറിയാം. മക്കയിലുള്ള എല്ലാവർക്കും മുത്തുനബി നബിയാണെന്നറിയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അതാ മക്കയിലെ ചില കല്ലുകൾ പറയും അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. മക്കയിലെ കല്ലുകൾക്ക് മുത്തുനബിയെ അറിയാം, മക്കയിലെ പർവ്വതങ്ങൾക്ക് മുത്തുനബിയെ അറിയാം, എല്ലാവർക്കും മുത്തുനബിയെ അറിയാം. കാര്യങ്ങൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നീ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കണം. ഈ യഹൂദിയായ മനുഷ്യൻ അതിനു മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ്, സഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായ സംഭവങ്ങളെല്ലാം. സഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടു കൂടെ നോക്കുക, എന്താണ് ഈ കേൾക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ആ സമയത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തഖൂമുസ്സാ, ഓ സഹാബത്തെ ഖിയാമത്ത് നാൾ വരൂല. ഒരു വ്യക്തി രാവിലെ പ്രഭാതത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, വൈകുന്നേരം തിരിച്ചു വരുമ്പോ അവന്റെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് അവന്റെ ചെരുപ്പിന്റെ വാറ് വിളിച്ചു പറയുന്നൊരു കാലം വരൂ. അത് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരൂല. മുഹമ്മദുൻ റസൂലുള്ളാഹ്. ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ, അതിന്റെ ചിപ്പെടുത്ത് അല്ലെങ്കിൽ അതിന് നമ്പർ കണക്ട് ചെയ്താൽ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് നമുക്ക് കിട്ടാൻ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ഏത് കാലം മുമ്പാണ് അത് പറയുന്നത്? ആലോചിച്ചു. എന്തെല്ലാം സൗകര്യങ്ങളാണ് അള്ളാഹു നമുക്ക് ചെയ്തെന്നത്. ആ കാലം നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലെ ഈ സാഹചര്യങ്ങളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി എന്നാ പറഞ്ഞത്. നമ്മൾ മുമ്പുള്ള ഒരു 10, 20, 25 ബാക്കിലേക്ക് സഞ്ചരിച്ചാൽ ഇത്തരം സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ 20-25 വർഷം മുമ്പുള്ള ആളുകൾക്ക്, നമ്മളെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നമ്മൾ വീഡിയോ കോളിന്റെ സംഭവം പറഞ്ഞാൽ അവർക്ക് അത്ഭുതമായിരിക്കും. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല. വാട്സപ്പിനെ കുറിച്ച് കേട്ടാൽ അവർക്ക് അത്ഭുതമായിരിക്കും. ഫോണിനെ പറ്റി സംസാരിച്ചാൽ പോലും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ റസൂലുള്ള അന്ന് പറഞ്ഞ നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ പറ്റി എന്നാണ് കറക്റ്റ് പറഞ്ഞത്. അതാ ഖുർആനിലുള്ള പറഞ്ഞത്, വലക്ക് മക്കന്നാകും ഫിൽ അർദ്, നിങ്ങൾക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തന്നു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, നിങ്ങൾക്ക് വ്യത്യസ്ത ഇനം തൊഴിലുകൾ നാം പഠിപ്പിച്ചു തന്നു. കുറെ ആളുകൾ ബിസിനസ്മാൻമാരാണ്, വേറെ കുറെ ആളുകൾ എഞ്ചിനീയർമാരാണ്, ഡോക്ടർമാരാണ്. നാടിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇതെല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖലീലമ്മാ തശ്കുറൂൻ, പക്ഷെ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. എത്ര സമ്പത്ത് തന്നു. രാവിലെ മുതൽ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 3 മണിയാകുമ്പോഴേക്ക് അവന്റെ പണി കഴിയും. 2000-2500 രൂപ അവന് കൂലിയുണ്ട്, ശമ്പളമുണ്ട്. പക്ഷേ ളുഹർ അസർ നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ് അവന് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അതാ പറഞ്ഞത്, ഖലീലമ്മാ തശ്കുറൂൻ. 100 ആളുകൾ ഉണ്ടെങ്കിൽ ഒരുത്തനെ നന്ദിയുള്ളൂ, 1000 ആളുണ്ടെങ്കിൽ 10 ആൾക്കേ നന്ദിയുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് നേരാവണ്ണം നിസ്കരിക്കാൻ സമയമില്ല. അതിനെന്തെങ്കിയോ ഉതിറുകൾ പറയുകയാണ്. അല്ലെങ്കിൽ രാത്രി എല്ലാ നിസ്കാരവും ഒപ്പങ്ങ് നിസ്കരിക്കുകയാണ്. ഉസ്താദേ, ളുഹറും അസ്റും മഗ്‌രിബും ഇശാഉം ഒക്കെ ഞാൻ ഒപ്പങ്ങ് നിസ്കരിക്കലാണ്, കാരണം എന്റെ ജോലി എനിക്ക് തടസ്സമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു ജോലി ഇസ്ലാമിൽ ഹലാലല്ല. നിസ്കാരം മുടങ്ങിപ്പോകുന്ന ജോലി ഇസ്ലാമിൽ പാടില്ല. ളുഹർ ഖളായി പോകുന്ന ജോലിയാണോ മോനെ, ആ ജോലി നിനക്ക് പാടില്ല കേട്ടോ. നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനനായ റബ്ബ്, ആ റബ്ബിന് ഒരു 5 മിനിറ്റ് സുജൂദ് ചെയ്യാൻ നിനക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ തൽക്കാലം ആ ജോലി നിനക്ക് വേണ്ട. അതിനേക്കാളും ഹൈറായ ജോലി പടച്ച റബ്ബ് നിനക്ക് തരും. ചില മുതലാളിമാരൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ദുബൈ പോയ സമയത്ത് അവിടുത്തെ ഒരു മുതലാളി എന്നോട് പറഞ്ഞു, ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എല്ലാവരും നിസ്കാരം കറക്റ്റാണ്. ഞാൻ ആ ടൈം ആകുമ്പോഴേക്കും എല്ലാവരും പറഞ്ഞേക്കും. എന്ന് മാത്രമല്ല, എൻ്റെ ഒരു സേവനം എന്നുള്ള നിലക്ക് നിസ്കരിക്കാത്ത ഒരുപാട് ആളുകളെ ഞാൻ നിസ്കരിപ്പിച്ചിട്ടുമുണ്ട്. അവർ ഗൾഫിലേക്ക് വരുന്ന സമയത്ത് അവർ നിസ്കരിക്കാനെ കുറച്ചൊക്കെ മടിയായിരുന്നു. സ്റ്റാഫിൻ്റെ ഈ പങ്ക്ച്വാലിറ്റി കണ്ടിട്ട് അവരിപ്പോൾ കറക്റ്റ് നിസ്കാരവും കാര്യമൊക്കെ ഓർഡറാണ്. അങ്ങനെ ഒരു 5-6 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ നല്ലോണം നാട്ടിൽ നിന്ന് കേടായിട്ട് വന്നിട്ട് നിസ്കാരമൊക്കെ റെഗുലറായിട്ട് കൃത്യമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട് ഒരുപാട് മുതലാളിമാർ അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട്.
അപ്പൊ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിസ്കാരത്തിന് ഒരു കോംപ്രമൈസും പാടില്ല, നിസ്കാരത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. ഖളായി പോകാൻ പോലും പറ്റൂല. ഒരൊറ്റ നിസ്കാരം ഖളായാൽ എത്ര വർഷമാണ് നരകത്തിൽ കിടക്കേണ്ടത്? ഒരൊറ്റ നിസ്കാരം ഖളായി പോയാൽ എത്ര വർഷം നരകത്തിൽ കിടക്കണം? സുബ്ഹാനല്ലാഹ്. ഒരു നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അവന്റെ പേര് ഇസ്ലാമിൽ ഫാസിഖ് എന്നാണ്. അതിന്റെ പച്ച മലയാളം പറഞ്ഞാൽ തമ്മാടി എന്നാണ് അതിന്റെ അർത്ഥം. അവന് ഇസ്ലാമിൽ യാതൊരു വിഹിതവും ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ നല്ല തൗബ ചെയ്യണം. ആദ്യം ഖളാ വീട്ടണം. ഖളാ വീട്ടിയാൽ മാത്രം പോരാ. പടച്ച റബ്ബേ, എനിക്ക് ഒരു ഖളാ ആയിപ്പോ നിസ്കാരം ഖളാ വന്നു പോയിട്ടുണ്ട്, അത് അറിയാഞ്ഞത് കൊണ്ടല്ല, മറന്നുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ചെയ്തു പോയതാണ് എന്നെ പറഞ്ഞിട്ട് നസൂഹായ തൗബ ചെയ്ത് റബ്ബിലേക്ക് 2 കൈകൾ ഉയർത്തണം കേട്ടോ. കാരണം നിസ്കരിക്കാത്തവന്, നിസ്കാരത്തെ അലസഭാവത്തോടുകൂടെ കൊണ്ട് നടക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു റോളുമില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹ്. അതാ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഖലീലമ്മാ തശ്കുറൂൻ, നന്ദി വളരെ കുറവാണ്. സമ്പത്ത് എത്ര അല്ലാഹു കൊടുത്തു, പക്ഷേ ആ സമ്പത്തിൽ ഒരു 2.5% സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. 10% കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, 20 കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് 1,00,000 രൂപയുണ്ടെങ്കിൽ അത് 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. 1,00,000 രൂപ നീ വെറുതെ ഒരു വർഷം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോനെ അതിൽ 2.5% മാത്രമേ നീ കൊടുക്കേണ്ടതുള്ളൂ. കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് ആസ്തിയുടെ 2.5% മാത്രമേ അല്ലാഹ് പാവങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. സക്കാത്തൊക്കെ ആൾക്കാരൊക്കെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയമാണ്. കച്ചവടത്തിന്റെ സക്കാത്ത് അതെല്ലാവർക്കും ഉണ്ടാവും. കച്ചവടത്തിന്റെ നിസാബ് 60,000 രൂപ, ഏകദേശം 495 ഗ്രാം വെള്ളിയുടെ പൈസ. കച്ചവടത്തിന്റെ സക്കാത്ത് ആകുമ്പോൾ കൊല്ലം പൂർത്തിയായി, കച്ചവടം തുടങ്ങി ഒരു കൊല്ലം കറക്റ്റ് പൂർത്തിയാകുന്ന സമയത്ത് ആ ചരക്കുകൾ മൊത്തം വില കിട്ടി നോക്കുമ്പോൾ ഒരു 595 ഗ്രാം ഏകദേശം 60,000 രൂപയുടെ മൂല്യം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ കച്ചവട ഉസ്താദ് ഭയങ്കര നഷ്ടത്തിലാണ്, 2-3 വർഷമായിട്ട് ഭയങ്കര കടത്തിലാണ്. അതൊന്നും നോട്ടല്ല. കടം വാങ്ങിയിട്ടെങ്കിലും അതിന്റെ സക്കാത്ത് കൊടുത്തോളണം. സക്കാത്ത് നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഒരു സംഭവമാണ് സക്കാത്ത്. അത് കടത്തിലാണെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. ഭയങ്കര മസ്റ്റാണ്, നിർബന്ധമുള്ള കാര്യം. കച്ചവടത്തിന് സക്കാത്താണ് ഇപ്പൊ അധികം ആൾക്കാർക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ ബാങ്കിലോ മറ്റോ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും. ടീച്ചർമാരാണെങ്കിൽ PF ഫണ്ടുകൾ ഉണ്ടാവും. അതൊക്കെ എത്രയാണോ സൂക്ഷിച്ചു വെച്ചത്. ഇന്നലെ ഒരു മാഷിന്റെ അടുത്ത് വന്നു, എന്നോട് PF-ന്റെ ഫണ്ടുകൾ മൊത്തം ഇവിടെ ഇരുന്ന് കാൽക്കുലേഷൻ നടത്തി അദ്ദേഹത്തിന്റെ സക്കാത്തിന്റെ വിഹിതത്തെ അദ്ദേഹം മനസ്സിലാക്കി. കൊടുക്കേണ്ട ആളുകളൊക്കെ അദ്ദേഹം കറക്റ്റ് മനസ്സിലാക്കി അദ്ദേഹം പോയി. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സക്കാത്ത് കൊടുക്കണമെന്നുള്ള ബോധമുള്ള ആളുകളുണ്ട്. സക്കാത്ത് കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഏറ്റി തരും. വീണ്ടും അല്ലാഹു തആല കൂടുതലായിട്ട് തരും. ഒരു വലിയൊരു മുതലാളിയെ മലപ്പുറം ജില്ലയിൽ പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം 3 കോടി രൂപ കടമുള്ള ആളാണ്, ഹാർഡ്വെയറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ സക്കാത്ത് കൂടി കൊടുക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ലക്ഷം റുപ്യ നഷ്ടത്തിലേക്കാ പോവുക, എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, സക്കാത്തിന് കോംപ്രമൈസ് ഇല്ല. നിങ്ങൾ കടം വാങ്ങിയിട്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുക, അല്ലാഹു ബർക്കത്ത് തരും. അദ്ദേഹം കടം വാങ്ങി സക്കാത്ത് കൊടുത്തു. 3 വർഷമായിട്ടില്ല, 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ അദ്ദേഹം ഭയങ്കര പ്രോഫിറ്റിലാണ്. അദ്ദേഹം വളരെ അല്ലാഹു തആല വലിയ ബർക്കത്ത് അല്ലാഹു തആല കൊടുത്തു. അപ്പൊ സക്കാത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അത് കറക്റ്റ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. സ്വർണത്തിന് സക്കാത്ത്, അങ്ങനെ എല്ലാ മേഖലയിലും സക്കാത്തുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാല് കുറേ ബിൽഡിംഗ് ഉണ്ടാവും ചില ആളുകൾക്ക്, അവർക്ക് സക്കാത്തൊന്നുമില്ല. അത് അല്ലാഹു തആല എണ്ണം നിശ്ചയിച്ച ചില വിഹിതങ്ങൾക്ക് ചില ആളുകൾക്ക് മാത്രമുള്ള കാര്യമാണ് സക്കാത്ത്. അത് മുതലാളിമാരുടെ ഒരു അവകാശമാണ്. മുതലാളിമാരെല്ലാവരും കൊടുക്കേണ്ടതാണെന്നൊന്നും മനസ്സിലാക്കണം. സക്കാത്ത് മുതലാളിമാർ കൊടുക്കേണ്ടതല്ല. മുതലാളിമാർക്കുള്ള ബാധ്യതകൾ അത് വേറെ തന്നെയുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് തേങ്ങുള്ള ആൾ സക്കാത്ത് കൊടുക്കണ്ടല്ലോ. 100 കണക്കിന് ബിൽഡിംഗ് ഉള്ള ആള്, ബിൽഡിങ്ങിന് സക്കാത്ത് ഇല്ലല്ലോ. ഒരുപാട് ബസ് ഉണ്ട്, 1000 ബസ് ഒരാൾക്കുണ്ട്. ബസ്സിന് സക്കാത്തുണ്ടോ? ബസ്സിന് സക്കാത്തില്ല. അപ്പോ സക്കാത്ത് എന്ന് പറയുന്നത് അത് ചില മുതലാളിമാർക്ക് മാത്രമുള്ളതല്ല. സക്കാത്ത് അല്ലാഹു തആല നിശ്ചയിച്ച ഒരു ഇബാദത്താണ്. അത് നിശ്ചിത വകുപ്പുകളിൽ മാത്രമുള്ള സംഗതിയാണ്. അതുള്ളതുള്ള മാതിരി തന്നെ സക്കാത്ത് കൊടുക്കണം. അതേസമയം സമ്പത്തുണ്ട്, 1000 ബസ്സുള്ള ആൾക്ക് ഓന് വേറെ ഉത്തരവാദിത്തമുണ്ട്. നാട്ടിൽ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി കല്യാണ പ്രായത്തിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ഈ മുതലാളിയുടെ മേലില്ല പെൺകുട്ടിയെ കെട്ടിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല.
മഹലിൽ വീടില്ലാത്ത ഒരാളുണ്ട്, എന്നാൽ 1000 ബസ്സുള്ള ആള് അല്ലെങ്കിൽ ഒരുപാട് ബിൽഡിംഗ് ഉള്ള ആൾ അവന് സക്കാത്തില്ല. പക്ഷേ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ വീടില്ലാത്ത ആൾക്ക് വീടുണ്ടാക്കി കൊടുക്കൽ ഈ മനുഷ്യന്റെ മേലെ നിർബന്ധമാണ്, സുന്നത്തല്ല. അപ്പൊ സക്കാത്ത് എന്നുള്ളത് അത് മുതലാളിമാരെ ബാധ്യതയല്ല, അത് കടക്കാർക്കും ചിലപ്പോ സക്കാത്ത് ഉണ്ടാകും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് 27-ാം രാവിന്റെ അന്ന് ഇവിടെ പൂർണ്ണമായൊരു മജ്ലിസ് ഉണ്ടാകും. അന്ന് ഫിത്ർ സക്കാത്തിനെ പറ്റിയും സക്കാത്തിനെ പറ്റി സമ്പൂർണ്ണമായി നമുക്ക് ചോദിച്ച് ഇന്ററാക്ഷൻ സെഷൻ ആയിട്ടൊക്കെ കാര്യങ്ങൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, അള്ളാഹു പറയാണ്, വലഖദ് മക്കന്നാകും ഫിൽ അർള്, നിങ്ങൾക്ക് നമ്മൾ വല്ലാത്ത സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇത്തരം സൗകര്യങ്ങളില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് നിസ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മെല്ലിങ്ങനെ നോക്കി നിൽക്കുന്നു. എന്താ മുത്തുനബി ഇന്ന് ഇരുന്ന് നിസ്കരിക്കുന്നത്? സാധാരണ മുത്തുനബി ഇരുന്ന് നിസ്കരിക്കാറില്ല. സിദ്ദീഖ് ബഹുമാനപ്പെട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇന്നക തുസല്ലി ജാലിസാ, നബി എന്തേ ഇരുന്ന് നിസ്കരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി, അബൂ ഹുറൈറ അൽജൂ, വിശപ്പ് കാരണം ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയുന്നില്ല. وشد من صغب أحشاءه وطوى تحت الهجارة كشحا مترف الأدم. جلكو مولاي صل وسلم دائما أبدا على حبيب كلهم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പൊട്ടി അങ്ങ് കരഞ്ഞുപോയി. ലോകത്തിന്റെ നേതാവിന് വിശക്കുകയാണല്ലോ. അല്ലാഹ്, ഉഹുദ് പർവ്വതം വന്ന് മുത്തുനബിയോട് ചോദിച്ചിട്ടുണ്ട്, നബിയെ ഞാൻ സ്വർണമാകട്ടെയോ? ഞാൻ പൂർണ്ണമായും സ്വർണമായിട്ട് അങ്ങേക്ക് തരട്ടെയോ? നബി തങ്ങൾ പറഞ്ഞു, വേണ്ടതില്ല. നബി തങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ എത്രയും കിട്ടും, പക്ഷേ മുത്തനബിക്ക് അത് താല്പര്യമില്ല. ഹന്തക്ക് കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് സഹാബത്ത് എല്ലാവരും അതാ ഭയങ്കര വിശപ്പുണ്ട്, വല്ലാത്ത ദാഹമുണ്ട്. ഓരോരുത്തരും അതാ വയറ്റിൽ കല്ല് വെച്ച് കെട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ് പരിശോധിച്ചു നോക്കുമ്പോ സഹാബികൾക്ക് ഓരോ കല്ലാണെങ്കിൽ റസൂലുള്ളാഹിന്റെ വയറിൽ 2 കല്ലുണ്ട്. വല്ലാത്ത വിശപ്പുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ ഈ വിശപ്പ് എന്തൊരു വിശപ്പാണ്, എങ്ങനെയാണിത് സഹിക്കുക നബിയേ? പരിഹാരം ആലോചിക്കട്ടെയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അബൂ ഹുറൈറ ലാ തബ്കി, കരയണ്ട മോനെ. ഫഇന്ന ശിദ്ദത യൗമൽ ഖിയാമത്തി ലാ തുസീബുൽ ജാഇയ. ഖിയാമത്ത് നാളിന്റെ അഹ്വാലുകൾ വരാനില്ലേ? ഖിയാമത്ത് നാളിൽ ഒരുപാട് ഭീകരമായ സംഭവങ്ങൾ വരാനില്ലേ? ഒരുപാട് പ്രതിഭാസങ്ങൾ വരാനില്ലേ? അതൊന്നും വിശപ്പ് സഹിച്ച ആളുകൾക്ക് ഏൽക്കൂല അബൂ ഹുറൈറ. ദുനിയാവിൽ വിശപ്പ് സഹിച്ച ആളുകൾക്ക് ഖിയാമത്ത് നാളിന്റെ ഒരു ഭീകരതയും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മൾ ആലോചിക്കണം, നമ്മളൊക്കെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നല്ലോണം കണിശത വേണം. കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് നിസ്സാരാക്കരുത്. ഒറ്റ ഭക്ഷണം കളയരുത്. നമുക്ക് നല്ല ഇൽമു വേണം. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഇൽമു വേണം. പണ്ടത്തെ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരൊറ്റ വറ്റ് വീണാൽ അത് കഴുകി തിന്നാൻ പറയും, അതിൽ ബർക്കത്തുണ്ടാവുന്നൊക്കെ പറയുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അമ്മമാരൊക്കെ അങ്ങനെ പറയും. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ തലയിൽ ഇരിക്കാൻ പറയും. എന്നിട്ട് കൈകീട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ടോ ബിസ്മി അല്ലയോ, ബിസ്മി പറഞ്ഞാ മോനെ ബിസ്മി പറഞ്ഞോ, എന്നാ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു ചെല്ലാൻ പറയും. എന്നിട്ട് വലതുഭാഗത്ത് നിന്ന് ഭക്ഷിക്കാൻ പറയും. നമ്മളെ പ്രായമുള്ള ഉമ്മമാരൊക്കെ പഠിപ്പിച്ചെന്ന് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു പ്ലേറ്റും കൂടെ തന്നാൽ ആ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന് പോലും നമുക്കറിയാം. എങ്ങനെങ്കിലും ആയിരിക്കും വളലാക്കണം. ചിലക്കാരിങ്ങനെ ഉരുട്ടി കൈയിൻ്റെ എല്ലാ വിരലും ഇങ്ങനെ ഒറ്റയെടുത്ത് ഇങ്ങനെ ഉരുട്ടും ഇങ്ങനെ എടുത്ത് കാണാം.
ഭക്ഷണത്തിനൊരു മര്യാദ ഉണ്ട്. ഇൽമ് എന്ന് പറയുന്ന ചില്ലറ സംഭവം ഒന്നല്ല, എല്ലാത്തിനും ഇൽമ് വേണം. ഒരു ഭക്ഷണം കഴിക്കാൻ പോലും നല്ല ഇൽമ് വേണം. ഒരു പ്ലേറ്റ് ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ വലതു ഭാഗത്ത് നിന്ന് തിന്നിങ്ങനെ തുടങ്ങണം, പിന്നെ ഇടതു ഭാഗത്ത് കഴിക്കണം, ലാസ്റ്റ് ആ സെൻട്രലിൽ തിന്നണ്ട്. അങ്ങനൊക്കെ ഒരു ചിട്ടൻ ഭോജന മര്യാദകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. ഞാനിപ്പോ അതിലേക്ക് കിടക്കല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അനുഭവിച്ച സഹിച്ച വിശപ്പ് ചെറിയ വിശപ്പല്ല. അവർക്കെന്താണ്? അവർക്ക് സ്വർണം കിട്ടാത്തത് കൊണ്ടല്ല, സമ്പത്ത് കിട്ടാത്തത് കൊണ്ടല്ല, കാരണം ആഖിറത്തിനെ ആലോചിച്ചു പോയി. ഒരു ദിവസം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ ഏകദേശം വഫാത്തോട് അടുത്ത സമയമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങള് കുറച്ച് വെള്ളം തരുമോ എന്ന് ആവശ്യപ്പെട്ടു. അതാ ഉടൻ തന്നെ വെള്ളം വന്നു. ഫലമ്മാ അദ്നാഹു മിൻ ഫീഹി, ആ വെള്ളം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വായിലേക്ക് അങ്ങ് അടുപ്പിച്ചപ്പോ ബകാ ബുകാഅൻ ശദീദാ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് കരയുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിസരത്തുണ്ടായിരുന്ന സഹാബികൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല. വെള്ളം ചോദിച്ചു, വെള്ളം കൊണ്ട് കൊടുത്തു, കുടിക്കുന്നില്ല. കരച്ചിലാണ്, നിയന്ത്രണം വിട്ട കരച്ചിലാണ്. പരിസരത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കരച്ചിൽ കണ്ടപ്പോ അങ്ങ് കരഞ്ഞുപോയി. കരച്ചിൽ ഏകദേശം സമാധാനായപ്പോ ചോദിച്ചു, സിദ്ദീഖേ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറയാണ്, ഞാൻ ആലോചിച്ചു പോയത്, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വേറെ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു നിങ്ങൾ ഇങ്ങനെ പറയാണ്, ഇലൈക അന്നി, ഇലൈക അന്നി, മാറിപ്പോ മാറിപ്പോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ പരിസരം വീക്ഷിച്ചു, ആരെയും കാണുന്നില്ല. നബി തങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്? കുറേശ്ശെ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ ആരോടാണ് മാറിപ്പോകാൻ പറഞ്ഞത്? പരിസരത്തൊന്നും ആരെയും കണ്ടിട്ടില്ലല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഈ ദുനിയാവ് അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ, അതിന്റെ എല്ലാ ഭംഗിയോടും കൂടെ എന്റെ മുമ്പിലേക്ക് വന്നു. ഹാദിഹി ദുനിയാ തമസ്സല ഇലയ്യ ബിമാ ഫീഹി, ഈ ദുനിയാവ് ഒന്നടങ്കം അതിന്റെ മനോഹാരികളെല്ലാം ഉൾക്കൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്ന് എന്നോട് പറഞ്ഞു, എന്നെ പിടിച്ചോ, എന്നെ എടുത്തോ എന്നിങ്ങനെ എന്നോട് പറഞ്ഞതാണ്. ആലമുൽ മിസാൽ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആലമുൽ മിസാൽ. ബഹുമാനപ്പെട്ട ഷാഹു വലിയുല്ലാഹി ദഹ്ലവി എന്ന് പറയുന്ന വലിയ മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെയാണ്. ആ കിതാബിന്റെ അവസാനത്തിൽ ആലമുൽ മിസാലിനെ കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്നു. ആലമുൽ മിസാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു ലോകമാണ്. ആ ലോകത്ത് ഔലിയാക്കൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ്. ആ ആലമുൽ മിസാലാണ് ഇപ്പൊ സംഭവിച്ചത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ ആട്ടി പറഞ്ഞയച്ചു, എനിക്ക് വേണ്ട. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, നിങ്ങളോട് ഞാൻ വെള്ളം ചോദിച്ചപ്പോ നിങ്ങളൊരു പാത്രം കൊണ്ട് തന്നു, ഫീനാഉൻ ഫീഹി മാഉൻ വഅസൽ, ആ പാത്രത്തിൽ തേനുണ്ട്, ആ പാത്രത്തിൽ വെള്ളവുമുണ്ട്. ഞാനാകെ ചോദിച്ചത് വെള്ളമേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ വെള്ളവും തേനും എനിക്ക് കൊണ്ടു തന്നു. ഞാൻ ആലോചിച്ചത് മുത്തനബി അകറ്റിയ ആ ദുനിയാവ് ഞാൻ വാരി പുണരുകയാണോ, ആ ദുനിയാവാണോ എന്നിലേക്ക് വന്നതെന്ന് ആലോചിച്ച് കരഞ്ഞു പോയതാ. അവരൊക്കെ സൂക്ഷ്മത അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ദുനിയാവ് എന്ന അതിന്റെ അളവ് മനസ്സിലാക്കി ആഖിറം നഷ്ടപ്പെടാത്ത കോലത്തിൽ ക്രമീകരിക്കാൻ നമുക്കൊക്കെ തൗഫീഖും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. അതാ പറഞ്ഞത്, വീണ്ടും വീണ്ടും ആയത്ത്, വലക്കത് ബക്കർനാകും ഫിൽ അർദ്, നിങ്ങൾക്ക് ഞാൻ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും തന്നു. ആ തന്നതിനനുസരിച്ച് അല്ലാഹു തന്ന സമ്പത്ത് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം. സൂറത്തുൽ ഖലമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം പറയുന്നു. എന്താ സംഭവം? ഒരു ബാപ്പ, ആ ബാപ്പക്ക് 3 മക്കളുണ്ടായിരുന്നു. ബാപ്പക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാ വർഷവും വിളവെടുപ്പിന്റെ സമയത്ത് നാട്ടിലുള്ള എല്ലാ മിസ്കിന്മാരെയും പാവപ്പെട്ട ഫക്കീറുകളെയും ഒക്കെ പറമ്പിലേക്ക് വരാൻ പറയും. എന്നിട്ട് എല്ലാ ആളുകൾക്കും വേണ്ടത് കൊടുക്കും.
നിനക്ക് എത്ര മക്കളാ? രണ്ടാളാ? രണ്ടാൾക്ക്. അഞ്ചാളാ? അഞ്ചാൾക്ക്. ഇങ്ങനെ വാരി വാരി കൊടുക്കുന്ന ഒരു സ്വഭാവം ഈ ബാപ്പക്കുണ്ടായിരുന്നു. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഒരു ദിവസം ബാപ്പ അങ്ങ് മരണപ്പെട്ടു പോയി. ബാപ്പ മരണപ്പെട്ടു പോയപ്പോ 3 മക്കൾ, 3 3 അഭിപ്രായം. മൂന്നാമത്തെ ആള് മൂന്നാമത്തെ ആള് പറഞ്ഞു, ബാപ്പ നടത്തിയതുപോലെ നമുക്ക് ഇനി ചെയ്യണം, എല്ലാ വർഷവും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം, പരമാവധി ആളുകൾക്കൊക്കെ കൊടുക്കണോ. പക്ഷേ മുതിർന്ന ആള് പറഞ്ഞു അത് വേണ്ട, ബാപ്പക്ക് നമ്മളാകെ 3 ആളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നമ്മള് 3, ഞമ്മക്ക് വേറെ 3 4 ആൾക്കാരൊക്കെ അല്ലേ, നമ്മള് തന്നെ എത്ര ആളുകളുണ്ട്, തൽക്കാലം അതൊന്നും വേണ്ടതില്ല, ആർക്കും കൊടുക്കേണ്ടതില്ല. എല്ലാ വർഷവും വിളവെടുപ്പിന്റെ സമയത്താല് നാട്ടാർ ഒന്നായിട്ട് വരുമല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മുതിർന്ന ആള് പറഞ്ഞു അതിന് മുമ്പ് എല്ലാ സംഗതിയും പാക്കാക്കി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഗോഡൌണിലേക്ക് മാറ്റണം, ഇവിടെ വെക്കാൻ പാടില്ല. സൂറത്തുൽ കലമിൽ അല്ലാഹു പറയുന്ന സംഭവമാണ്. അങ്ങനെ വിളവെടുപ്പിന്റെ സമയമാകുന്നതിന് മുമ്പ് ഇവര് ഒരു ദിവസം വിളവൊക്കെ പറിക്കാൻ വേണ്ടി പറിച്ച് ഗോഡൌണിലേക്ക് മാറ്റാൻ വേണ്ടി വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഏക്കർ കണക്കിന് വിശാലമായ മുന്തിരി തോട്ടം, അതിലൊരൊറ്റ മുന്തിരി പോലുമില്ല, ഒരു ഈത്തപ്പഴം പോലുമില്ല. ഫഅഖബല ബഅദുഹും അലാ ബഅദിൻ യതലാവമൂൻ. അവൻ നടുവുള്ള ആളെ പറഞ്ഞു, ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞിട്ടില്ലേ, ബാപ്പ ചെയ്ത പോലെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ലേ, നീ അനുഭവിക്കാത്തത് കൊണ്ടല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം പറഞ്ഞു. എല്ലാം അല്ലാഹു എടുത്തു കളഞ്ഞു. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹം അതൊരിക്കലും മറന്നു പോകരുത്. അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം അതും മറന്നു പോകരുത്. അല്ലാഹു നമുക്ക് തന്ന സൗകര്യം അതും ഒരിക്കലും മറന്നു പോയിക്കൂടാ. അൽഹംദുലില്ലാഹ് വിശാലമായ പള്ളിയാണ്, എത്ര മണിക്കൂർ ഇവിടെ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്ന ചൂട്, നമ്മൾ ദർസിൽ പഠിക്കുന്ന ചില മുതഅല്ലിമീങ്ങളൊക്കെ ഉത്തരേന്ത്യയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ കാശ്മീരിലൊക്കെ ചില മുതഅല്ലിമീങ്ങൾ അവിടെയാണ്. അവിടെ നോമ്പിന് നമ്മൾ പഠിച്ചതൊക്കെ പ്രാക്ടിക്കൽ ലെവൽ കൊണ്ടുവരണല്ലോ, നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്താലല്ലേ കാര്യമുള്ളൂ. ഇവിടെ ഇങ്ങനെ പഠിക്കുന്നതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിൽ UP, ബീഹാറിലും ജമ്മു കാശ്മീരിലൊക്കെ ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ പോയി നോമ്പിനൊക്കെ അവിടെ തന്നെ കൂടാണ്, അവിടെ പ്രബോധനം നടത്തുക. അവിടെ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം എന്ന് അവർക്കറിയില്ല, നോമ്പിന്റെ ഫർളും റുക്നൊന്നും അവർക്കറിയില്ല. അവിടെയുള്ള പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ തകരിയുടെ പള്ളിയാണ്, പൊരിഞ്ഞ ചൂട്, AC ഇല്ല, കല്ല് പോലും അല്ല, അതിന്റെ ഉള്ളിലാണ് അവർ ഇരിക്കേണ്ടത്, ഉറങ്ങേണ്ടത്. ഉറങ്ങാൻ കഴിയൂല, ഉറക്കു വരൂല, അത്രയും പ്രയാസം. വേറെ എവിടെയും പോകണ്ട, നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒന്ന് ഉത്തരേന്ത്യയിലേക്ക് പോയാൽ കാണാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഇത്ര വലിയ സൗകര്യം അല്ലാഹു നൽകിയത്. അവിടെയുള്ള ആളുകൾക്ക് ഇൽമില്ല, ഇൽമ പഠിപ്പിച്ചു കൊടുക്കാനും ആളില്ല. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എത്രയും പഠിക്കാൻ റെഡിയാണ്, പക്ഷെ പഠിപ്പിച്ചു കൊടുക്കാനും ആളില്ല. ഇവിടെ പഠിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങൾ, പഠിപ്പിച്ചു തരാൻ എത്ര ആളുകൾ. ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്തൊരു സന്തോഷമാണ്. ഖുർആൻ പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് ഫാത്തിഹ നമ്മൾ 7 ദിവസം കൊണ്ട് ഇന്നത്തോടു കൂടെ അത് അവസാനിച്ചു. കുറെ ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു. നമ്മളെ ഫാത്തിഹ എങ്കിലും റെഡിയാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം അബദ്ധല്ലേ. 5 മിനിറ്റ് എല്ലാ ദിവസവും ഫാത്തിഹ പഠിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു ഉസ്താദ് വന്നിട്ട്, അദ്ദേഹം ഷാർജ അൽ ഖാസിമി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 5 വർഷം ഖുർആൻ മാത്രം ഹിഫ്ളല്ല, ഖുർആന്റെ ആ പാരായണക്രമം ശരിക്കും പഠിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് തന്റെ ഖുർആൻ, പ്രായം തടസ്സമല്ല, വയസ്സ് തടസ്സമല്ല, ഖുർആൻ ഒരു ഫാത്തിഹ എങ്കിലും, വേറൊന്നും പഠിക്കണ്ട, ഒരു ഫാത്തിഹ എങ്കിലും മട്ടത്തിൽ എനിക്ക് ഓതാൻ കഴിയണം എന്നുള്ള വാശി നമുക്കൊക്കെ ഉണ്ടാകണം. അത് എനിക്ക് അറിയില്ലെങ്കിൽ നമ്മളെ കാര്യം 0 ആണ്. ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അപ്പൊ നല്ല തഖ്വ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെല്ലണമൊക്കെ റെഡി ആവണം, നമ്മൾ നിസ്കരിക്കണമൊക്കെ റെഡി ആവണം, പറയുന്നൊക്കെ റെഡി ആകണം. അതിനൊന്നും തടസ്സമല്ല. നല്ലോണം ഇൽമ പഠിക്കണം. ഇത് മഗ്ഫിറത്തിന്റെ ബത്താണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് മഗ്രിബോടുകൂടെ നമ്മള് അവസാനത്തെ 10ലേക്ക് കിടക്കുകയാണ്. ഇന്ന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ്. ഇന്ന് 21ാം രാവാണ്. ഒരു പക്ഷേ ഇന്ന് ലൈലത്തുൽ ഖദ്റായേക്കാം. ഇന്നത്തെ മഗ്രിബും ഇശാഇന്റെ ജമാഅത്ത് മിസ്സായി പോകരുത്. ഇന്ന് മഗ്രിബിന് ശേഷം എന്തെങ്കിലും പൈസ ആരും അറിയാതെ ഇഖ്ലാസിന്റെ കട്ടിയോടുകൂടെ ഒരു ഉജ്ബോ റിയാഓ വരാത്ത കോലത്തിൽ ആർക്കെങ്കിലും ഒരു സംഭാവന ഒന്ന് കൊടുക്കണം. ആരും കാണരുത്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിലൊക്കെ വളരെ വളരെ സിറായിട്ട് നമുക്ക് അമൽ ചെയ്യാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
സിറായ അമലിന് വലിയ പ്രത്യേകത. ഞാനിപ്പോൾ നമ്മളെ മെഞ്ഞാന്ന് ഇവിടെ ഒരു ഉസ്താദ് വന്നു, ജലീൽ ഉസ്താദ്. അദ്ദേഹം അങ്ങനെ ഒരു വേറെ റൂട്ടിൽ ഇങ്ങനെ നടക്കണം. അപ്പൊ അദ്ദേഹം ഈ നോമ്പിന് ഒരൊറ്റ ഉറുപ്പ്യ കയ്യിലില്ല, അദ്ദേഹത്തിന് ഒരു ജോലിയില്ല, ഒരു പണിയില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ടൈം ആകുമ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ എത്തും. അരി വേണമെങ്കിൽ അരി കിട്ടും, ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി കിട്ടും, മീൻ വേണമെങ്കിൽ മീൻ കിട്ടും. ഞാനിങ്ങനെ ആലോചിക്കും, എന്ന് പറയുന്ന ആയത്ത് ഞാൻ ഇങ്ങനെ മൂപ്പര ആലോചിക്കലുണ്ട്. അള്ളാഹു ഞങ്ങളുടെ തവക്കുലാക്കിയ വേണ്ടതൊക്കെ കിട്ടും എന്ന് പറയല്ലോ. മൂപ്പര് ഹജ്ജ് ചെയ്ത് മിസ്രിൽ പോയിന്, ഈജിപ്ത് പോയിന്, ലോകത്തുള്ള എല്ലാ മക്കാമും പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടെന്ന ഒരു പണിയില്ല, 10 പൈസ കയ്യിലുമില്ല അതൊരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം ഈ നോമ്പിന് പിന്നെ അദ്ദേഹത്തിന് ഒരു വാശി, ഈ പ്രാവശ്യം ഒന്ന് ഉംറ ചെയ്യണം, നോമ്പിന് ഉംറ ചെയ്യണം, ഒന്ന് സിയാറത്ത് ചെയ്യണം, കൊണ്ട് പോരണം. കയ്യിൽ 10 പൈസ അല്ല. അദ്ദേഹം ഒരു ഖത്മ അങ്ങോട്ട് തുടങ്ങി. ഖത്മ അവസാനിച്ചപ്പോൾ ഒരു കോള്, അല്ല നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പോതില്ല. ഉംറ ചെയ്യാൻ പോതി, എന്ത് ചെയ്യും? പാസ്പോർട്ട് ഉണ്ടോ? എന്നാ വേമ്പരി അരിക്കോടേക്ക് വരണം. അരിക്കോട് പോയി രാവിലെ പ്ലാനിട്ട് വൈകുന്നേരം മൂപ്പര് ഫ്ലൈറ്റ് കയറിപ്പോയി. ഒരു മനുഷ്യനോട് മൂപ്പര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് രാത്രി, നമ്മൾ ഭയങ്കര ബന്ധമായത് കൊണ്ടായിരിക്കും, ഞാനിങ്ങനെ മൂപ്പരിങ്ങനെ മദീനത്ത് ഇങ്ങനെ ഉറക്കത്ത് കാണാം. അപ്പൊ ഞാൻ അങ്ങനെ വാട്സപ്പിൽ വെറുതെ മൂപ്പര് ചോദിച്ചു, നിങ്ങൾ മദീനത്തുണ്ടോ? നാട്ടിൽ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ മൂപ്പര് ഇന്നലെ മെഞ്ഞാന്ന് വന്നപ്പം പറയാണ്, അല്ലാത്തൊരു മനുഷ്യനാണ്, ഞാൻ സിറായിട്ട് ഒരു മനുഷ്യനോട്, എന്റെ ഭാര്യ അല്ലാത്തൊരു മനുഷ്യൻ അറിയില്ല പോയത്, അങ്ങനെ ഒരു അമല് ഞാൻ വിചാരിച്ച നിങ്ങളത് പൊളിച്ചിന്ന്. നമ്മൾ ബന്ധം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ഉറക്കത്തിൽ കണ്ടുപോയി. മൂപ്പരെ മദീനത്ത് കണ്ടു, മൂപ്പര് സത്യം പറഞ്ഞു, ഞാൻ മദീനത്ത് പോയിരുന്നു. അപ്പൊ അള്ളാഹു ശരിക്കും കൂടെ വിചാരിച്ചാലുണ്ടല്ലോ, നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മളെ നിയ്യത്ത് പോലെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തിത്തരും. നല്ല തവക്കുൽ വേണം, നല്ല താല്പര്യം വേണം. അള്ളാഹു ഈ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അവസാനത്തെ 10 അവസാനത്തിന് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. ജീവിതം മൊത്തം വളരെ മോശമായി ജീവിച്ചാലും അവസാനം മരിക്കുന്ന സമയത്ത് നന്നാകണമെന്ന ബോധത്തോടുകൂടെ തൗബ ചെയ്താൽ എല്ലാം ഒഴിവാക്കി തരും. പക്ഷെ ആ ബോധം കിട്ടൽ വലിയ പ്രധാനമാണ്. അവസാന ഘട്ടത്തിൽ നന്നാകാനുള്ള ചിന്ത വരണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, നബിയേ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, മോനെ നീ എന്ത് തെറ്റാണ് ചെയ്തത്? ആ മനുഷ്യൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, അതെനിക്ക് പറയാൻ പറ്റൂല, മോശമാണ്, എനിക്ക് മടിയാകുന്നു, ലജ്ജയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അർശിനേക്കാളും വലിയ തെറ്റാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, അതെ, അർശിനേക്കാളും വലിയ തെറ്റാണ് ഞാൻ ചെയ്തു പോയത്. ആകാശഭൂമികളെക്കാളും വലിയ തെറ്റാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ആകാശഭൂമികളെക്കാളും വലിയ പാപമാണ് നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്, അല്ലാഹുവിനേക്കാളും വലിയ തെറ്റാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ല നബിയേ, അല്ലാഹുവിനേക്കാളും വലിയ തെറ്റല്ല, അല്ലാഹുവിനേക്കാളും വലിയ ഒന്നുമില്ലല്ലോ. നബി തങ്ങൾ ചോദിച്ചു, എന്നാ മോനെ പറയൂ, നീ ചെയ്ത തെറ്റെന്താണ്? ആ ചെറുപ്പക്കാരൻ വീണ്ടും തല താഴ്ത്തിയിരിക്കുകയാണ്. പറയൂ മോനെ, ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, ഏത് തെറ്റും അല്ലാഹു പുറത്തു തരും പറഞ്ഞു. ആ സമയത്ത് വളരെ ലജ്ജയോടെ തലമെല്ല ഉയർത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ആരെങ്കിലും മരണപ്പെട്ടാൽ ഞാൻ അന്ന് രാത്രി ഖബർസ്ഥാനിലേക്ക് പോകും. എന്നിട്ട് ഖബർ മെല്ലെ തുളയ്ക്കും. ഖബറിൽ നിന്ന് മയ്യത്തിനെ പുറത്തെടുക്കൂ. എന്നിട്ട് ആ കഫംപുട പോയി എടുത്ത് കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന പരിപാടിയുണ്ട് നബിയേ. അങ്ങനെ കഴിഞ്ഞ ദിവസം അൻസാറുകൾപ്പെട്ട ഒരു വനിത, ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ പെൺകുട്ടിയുടെ സമീപത്തേക്ക് പോയി. രാത്രിയായപ്പോ ആ പെൺകുട്ടിയെ ഖബറിൽ നിന്ന് പുറത്തെടുത്തു. കഫംപുടയുമായി ഞാനിങ്ങനെ നടക്കുമ്പോ ശൈത്താൻ അവിടെ ഇടപെട്ടു നബിയേ. അവളുമായി ഒന്ന് ബന്ധപ്പെടാൻ, അവളെ ഒന്ന് ബലാത്സംഗം ചെയ്യാൻ, അവളെ ഒന്ന് വ്യഭിചരിക്കാൻ ശൈത്താന്റെ മനസ്സിൽ അതാ താല്പര്യമിട്ടു തന്നു. അതെ, ഞാൻ അതുപോലെ തന്നെ ആ പെൺകുട്ടിയുമായി വ്യഭിചരിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ ചോദ്യമാണ്, ഓ മനുഷ്യ, ഒന്ന് ജനാബത്ത് കുളിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ എന്നെ ഈ കോലത്തിൽ നീ ആക്കിയല്ലോ. കണക്ക് വെച്ചോ, നിന്നെ ഞാൻ വെറുതെ വിടൂല.
മാലികി യൗമിദ്ദീൻ. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന ദിവസമുണ്ടല്ലോ. ഏത് മനുഷ്യനും അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുമല്ലോ. ആ റബ്ബിന്റെ കോടതിയിൽ നീ വരുമല്ലോ. നിന്നെ ഞാൻ വെറുതെ വിടൂല. ഇതങ്ങ് പറഞ്ഞപ്പോ ആ മനുഷ്യൻ വല്ലാത്ത ബേജാറായി പോയി. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയാണ്, നബിയെ അങ്ങനെ ഞാൻ തൗബയുണ്ടോ എന്നറിയാൻ വന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ എന്ത് തെറ്റാണോ ചെയ്തത് തൽക്കാലം മാറി നിൽക്കടോ, നിനക്ക് തൗബയില്ല. എത്ര വലിയ തെറ്റാണ് മോനെ നീ ചെയ്തത്. പൊട്ടിയ മനസ്സുമായി പൊട്ടിയ ഹൃദയവുമായി അദ്ദേഹം അതാ ഇറങ്ങി നടക്കുകയാണ്. ഒരു മലഞ്ചെരുവിലേക്കാണ് നടക്കുന്നത്. പിന്നെ ഫുൾ ടൈം അതാ അല്ലാഹുവിനോട് യാചിക്കുകയാണ്, യാ അല്ലാഹ്, മുത്തുനബി പോലും എന്നെ ഒഴിവാക്കിയിരിക്കുന്നു. അല്ലാഹ്, നിന്നോടല്ലാതെ ചോദിക്കാൻ എനിക്ക് വേറെ റബ്ബ് ഇല്ല. അല്ലാഹ്, പൊറുക്കലിനെ തേടുകയാണ്. രാവും പകലും അതാ ഇസ്തിഗ്ഫാറിലാണ്. കുറേ ഇസ്തിഗ്ഫാർ നടത്തിയതിനു ശേഷം ഒരൊറ്റ ദുആ, യാ ഇലാഹ മുഹമ്മദ്, യാ ഇലാഹ ആദമ വഹവ്വ, ഇൻ ഖബിൽത തൗബതി ഫഅലിംഹു മുഹമ്മദൻ വഅസ്ഹാബ. അല്ലാഹുവേ, എന്റെ തൗബ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പശ്ചാത്താപം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവരം മുഹമ്മദ് നബിക്ക് അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് നബിയുടെ അനുയായികൾക്കും അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇല്ല, ഇനി നിന്റെ ഖളായിൽ എനിക്ക് പുറത്തു തരാനുള്ള വിധിയില്ലെങ്കിൽ, എനിക്ക് മാപ്പ് തരാനുള്ള ഒരു ഖളാ നിന്നിലില്ലെങ്കിൽ, ഫഅഹ്ലിക്നി വഅൻസിൽനി മിനസ്സമാഇ നാറാ, ആകാശത്തുനിന്ന് തീയിറക്കി കളയണേ അല്ലാഹ്. ഫഅഹ്ലിക്നി ബിഹാ, ആ തീ കൊണ്ട് എന്നെ കരിച്ച് കളയണേ അല്ലാഹ്. വനജ്ജിനി മിനൽ ആഖിറ, എന്നിട്ടെങ്കിലും താങ്ങാൻ കഴിയാത്ത ആഖിറത്തിലെ കത്തിയാളുന്ന നരകം, ആ നരകത്തിൽ നിന്ന് എനിക്ക് മോചനം തരണം റഹ്മാനേ. അദ്ദേഹത്തിന്റെ വിളി അല്ലാഹ് കേട്ടു. അതാ ജിബ്രീൽ വരുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ജിബ്രീൽ വരികയാണ്. യാ മുഹമ്മദ്, ഇന്ന റബ്ബക യുക്രിയുക സലാം. മുഹമ്മദ് നബിയെ, അല്ലാഹ് നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. വഅലൈക വഅലൈഹിസ്സലാം, അതെ, അല്ലാഹുവിന് സലാം പറയുകയാണ്. മുഹമ്മദ് നബിയെ അല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തുള്ള സർവ്വതിനെയും പടച്ച ഖാലിഖ് ഞാനാണോ അല്ല നിങ്ങളാണോ? അള്ളാന്റെ റസൂൽ പറയുന്നു, തീർച്ചയായും റബ്ബല്ലേ, ഞാനല്ലല്ലോ. എന്നാൽ അല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തുള്ള സർവ്വ ആളുകൾക്കും റിസ്ക് കൊടുക്കുന്നത് നിങ്ങളാണോ അല്ലെങ്കിൽ ഞാനാണോ? തീർച്ചയായും അല്ലാഹയല്ലേ കൊടുക്കുന്നത്. എന്നാൽ അല്ലാഹ് ചോദിക്കുന്നു, ഈ ലോകത്ത് തെറ്റ് ചെയ്തു പോയ സർവ്വ ആളുകൾക്കും അതാ മഗ്ഫിറത്ത് നൽകുന്നത് ഞാനാണോ അല്ല നിങ്ങളാണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നഹു യഗ്ഫിറുദ്ദുനൂബ ജമീഅ, സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കാനുള്ള അധികാരം അത് രാജാതിരാജനായ അല്ലാഹുവിൽ മാത്രമാണ്. ജിബ്രീൽ പറയാണ്, എന്നാ ചോദിക്കട്ടെ നബിയെ, നിങ്ങളുടെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നില്ലേ? അയാൾ ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ അല്ലാഹുവിനോട് പൊട്ടിയ മനസ്സുമായി അദ്ദേഹം യാചിച്ചിരിക്കുന്നു, പശ്ചാത്താപം നടത്തിയിരിക്കുന്നു, അല്ലാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ആട്ടേണ്ടതില്ല, തിരിച്ചു വിളിക്കൂ, അദ്ദേഹത്തിന് തൗബ സ്വീകരിക്കൂ. ഓ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, എത്ര തെറ്റ് ചെയ്തു പോയ ആളുകൾക്കും റബ്ബിന്റെ കവാടം ഓപ്പണ. വിശേഷ ഇത് റമദാനിന്റെ മാസമാണ്. തെറ്റ് ചെയ്ത ആളുകൾ ഇസ്തിഗ്ഫാർ സ്വീകരിക്കാൻ മാത്രം അല്ലാഹു സജ്ജമാണ്. അതേ, സ്വർഗം കാത്തിരിക്കുകയാണ്. സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം ഓപ്പണാണ്. ആര് ഇസ്തിഗ്ഫാർ ചെല്ലുന്നുവോ, അത്തായ സമയത്ത് ഇസ്തിഗ്ഫാർ ആര് ചെല്ലുന്നുവോ അത് സ്വീകരിക്കാൻ മലക്കുകൾ റെഡിയാണ് കേട്ടോ.
രാത്രി സമയത്തുള്ള 2 ശബ്ദങ്ങൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതിൽ ഒന്നാമത്തെ ശബ്ദം രാത്രി സമയത്ത് അത്തായ സമയത്ത് പൂവങ്കോയുടെ ശബ്ദമില്ലേ, സൗത്തുദ്ദീഖ് പൂവങ്കോയുടെ തസ്ബീഹാണത്. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തൊരു ശബ്ദം ഏതാണെന്നറിയോ? രാത്രി സമയത്ത് എഴുന്നേറ്റ് റൂമിലിരുന്ന് പൊട്ടി കരഞ്ഞ് ചെയ്തു പോയ തെറ്റുകുറ്റുകളുള്ള ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ശബ്ദമില്ലേ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് വരാനുള്ള 10 നല്ലോണം മുതലാക്കണം. ഇതുവരെ സമയം പോയതുപോലെ ആയി പോയത്. പോക്കി നല്ല പറയുന്നത് ഇനിയുള്ള സമയം വളരെ വാല്യുബിൾ ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയും 23, 25, 27, 29 ഒറ്റയെട്ട് രാവുകൾ. ആ ദിവസത്തെ സമയം രാത്രിയുള്ള ഉറക്കം ഒന്ന് കുറച്ച് പകലാക്കിയാലും കുഴപ്പമില്ല. ആ ദിവസങ്ങളിൽ കുറച്ച് ഉറക്കം മാറ്റി വെക്കുക. ലൈലത്തുൽ ഖദ്ർ കിട്ടണം. 60-70 വയസ്സൊക്കെ ജീവിച്ച ആളുകൾ, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇത്ര കാലം നോമ്പിന് പങ്കെടുത്തിട്ട് എനിക്കൊരു ലൈലത്തുൽ ഖദ്ർ പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര മോശമാണ്. അല്ലാഹുവിന് എത്ര റഹ്മത്താണ് നമ്മളുള്ളത്. ഒന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് 1000 മാസം, ഏകദേശം 60-65 വയസ്സായി. 65 വയസ്സിന്റെ കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ 1000 മാസം എന്ന് പറഞ്ഞാൽ ഒരു 65 വയസ്സ് ജീവിച്ച ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഇങ്ങനെ ഇബാദത്തിൽ മാത്രമായി പൂർണ്ണമായും ഇബാദത്തോടു കൂടെ ഒരാൾ 65 കൊല്ലം ജീവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് ഒരൊറ്റ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ. അത് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല, എല്ലാം റെഡിയായാൽ മതി. അന്ന് നമ്മൾ ഒരുങ്ങി തന്നാൽ മതി. നല്ല പാശ്ചാത്താപ മനസ്സോടുകൂടെ അന്ന് ഫുള്ള് ഹയാത്താക്കാൻ വേണ്ടി തന്നെ മാറ്റി നിൽക്കുക. നല്ലോണം ഇസ്തിഗ്ഫാർ ചെയ്യുക, കുറെ ദ്വാരക്കുക, ചൊല്ലുക, വിത്രൊക്കെ 11 നിസ്കരിക്കുക, എന്നിട്ട് കുറച്ച് ഖുർആൻ ഓതുക. ഏറ്റവും അഫ്ളലായ ആയത്തുകളുണ്ട്. ആയത്തുൽ കുർസി അതിൽ 100, ആമന റസൂൽ ഒരു 100, ഇഖ്ലാസ് ഒരു 100, ഇദാ സുൽസില ഒരു 100, അങ്ങനെ ഖുലിയാൽ കാഫിറൂൻ ഖുർആന്റെ റുബുൽ ഖുർആന 4 തവണ ഓതിയാൽ ഒരു ഖത്തം തീർത്ത കൂലിയാണ്. അങ്ങനെയുള്ളതൊക്കെ അധികം ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചവനോട് പറയാണ്, അല്ലാഹു നീ അല്ലാതെ വേറെ ഇലാഹില്ല, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ വല്ലാതെ തെറ്റ് ചെയ്തു പോയവനാണ് അല്ലാഹ് എന്നർത്ഥം വരുന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ കുടുങ്ങിയപ്പോൾ ചൊല്ലിയ ദിക്റാണത്, ആയത്താണ്. ആ ദിക്ർ 139 വട്ടം ചൊല്ലിയാൽ ഭയങ്കര പവറാണ്. തെറ്റുകൾ പുറത്തു പോകും, ആവശ്യങ്ങൾ നിറവേറപ്പെടും. അങ്ങനെയുള്ള ദിക്റുകൾ ധാരാളം ചൊല്ലണം. പിന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ചൊല്ലി നാം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അന്ന് ഒരു സെപ്പറേറ്റ് മലായികത്തുകൾ അല്ലാഹു തആല തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, ഈ മലക്കുകൾ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലേ ഇറങ്ങാറുള്ളൂ. കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങിയതാണ്. ഇനി അടുത്ത ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയെ അവരിറങ്ങുകയുള്ളൂ. ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന മലായികത്തുകൾ അതാ അവര് ഭൂമിയിൽ ചുറ്റുകയാണ്. ആരാണ് ഇബാദത്തിൽ മുഴുകിയിരിക്കുന്നത്? ആരാണ് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്വേഷിച്ച് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ കൈയൊന്ന് മുസാഫഹത്ത് ചെയ്യുന്നു. മലായികത്തിന്റെ മുസാഫഹത്ത് ലഭിച്ചോ പിന്നെ അവന് നരകം തൊടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്കത് കിട്ടണം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒറ്റയെട്ട് രാവുകളിലൊക്കെ ചെറിയ രൂപത്തിലൊക്കെ പരിപാടി ഉണ്ടാകാറുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ വരാലും അന്ന് ഇത്തികാഫ് കഴിയെങ്കിൽ അന്ന് ഇത്തികാഫ് നിർബന്ധമാക്കുക, ഒക്കെ മാറ്റി വെക്കുക. ഒറ്റയ്ക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സമയം പുരയിലിക്കുക എന്നല്ലാതെ ബാക്കിയുള്ള സമയം പള്ളിയിൽ തന്നെ കുത്തിരിക്കുക. ഏറ്റവും അഫ്ളലായ സ്ഥലത്താണ് മലായികത്ത് ഉണ്ടായി. ഏറ്റവും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? പള്ളിയാണ്. പഴയ കാലത്തുള്ള ആളുകൾക്ക് അവസാനത്തെ 10 പിന്നെ പോവാനല്ല പുരയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 പിന്നെ എവിടെയും പോവില്ല. എല്ലാ കാര്യം നോക്കേണ്ട മുത്തുനബി അവസാനത്തെ 10 പിന്നെ പള്ളി തന്നെ, എവിടെയും പോവില്ല, അവിടെ തന്നെ ഇരിക്കും. കാരണം ഒരു 10 ദിവസം ചോദിച്ചിട്ടുണ്ട്. 365 ദിവസത്തിൽ ഒരു 10 ദിവസം പള്ളി തന്നെ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ആലോചിച്ചു. അപ്പൊ റസൂലുള്ളാഹി അത്ര അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അധ്വാനിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ
ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത ഫലക്കൽ ഹംദു വലക്കൽ ശുക്രു ഹത്താ തുഹിബ്ബു വതറല്ലാഹ് അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്. ഞങ്ങളൊക്കെ പാപികളാണ് റബ്ബേ, ദോഷികളാണ്. ഏറ്റവും അഫ്ദലു ശുഹൂറായ റമദാൻ മാസത്തിൽ അഫ്ദലുൽ അയ്യാമായ വെള്ളിയാഴ്ച ദിവസം നിനക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട കർമ്മമായ ജുമുഅക്ക് ശേഷം നിന്റെ പള്ളിയിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്നു, നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മഗ്ഫിറത്തിന്റെ 10ന്റെ ബറകത്ത് കൊണ്ട്, റമദാനിന്റെ ഹുർമത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. കിബറില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അല്ലാഹുവേ ഉജ്ബില്ലാത്ത, ശഹവത്തില്ലാത്ത സലീമായ ഖൽബിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ശേഷിക്കുന്ന കാലം ഹറാമുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എത്ര നിഅമത്താ ചെയ്തു തന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് ഒരുപാട് പ്രയാസം കൊടുത്തപ്പോ ഒരു പ്രയാസം നൽകാതെ എത്ര വലിയ നിഅമത്തുകളാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അതിനൊന്നും ഞങ്ങൾ ശുക്ർ ചെയ്തിട്ടില്ല. ഞങ്ങൾ നന്ദി കുറഞ്ഞവരാ. അല്ലാഹുവേ, ഞങ്ങൾ ആ കാരണം കൊണ്ട് നീ ശിക്ഷിക്കല്ല റഹ്മാനേ. നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാഹ്. അദാബിന്റെ നോട്ടം നോക്കല്ല റഹ്മാനേ. അല്ലാഹുവേ, എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരുപാട് ദുനിയവിയും ഉഖ്റവിയുമായ പ്രയാസമുള്ളവരുണ്ട്. അല്ലാഹ്, എല്ലാവരുടെയും മനസ്സ് നിനക്കറിയാം. എല്ലാവരുടെയും പേരും ഊരും അഡ്രസ്സും നിനക്കറിയാം. ഞങ്ങളെ മനസ്സിലുള്ള നീറുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് തരണേ അല്ലാഹ്. കടമുള്ളവരുണ്ട് അല്ലാഹുവേ, ഞങ്ങൾ പോലും പറയാത്ത വിധത്തിൽ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള തോതനുസരിച്ച് ആവശ്യമുള്ള സമയത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ഞങ്ങളെ മുതഅല്ലിമീങ്ങളെ ഞങ്ങളെ ഏറ്റവും വലിയ അഭിമാനമാണ്. ഞങ്ങളെ പ്രതീക്ഷക്കൊത്ത് വളരുന്ന മക്കളാക്കണേ അല്ലാഹ്. പല വാർത്തകളും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി പത്രം എടുത്തു നോക്കും, 15-20ഓളം വാർത്തകൾ ലഹരിയുടെ വാർത്തകളാണ്. അല്ലാഹ്, ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സമുദായത്തെ കാക്കണേ അല്ലാഹ്. അർഹമർ-റഹീമായ റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ഈമാനിലും തഖ്വയിലും പുരോഗതി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും, എല്ലാ വാക്കുകളെ തൊട്ടും, എല്ലാ കാര്യങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പിശാചിന്റെ എല്ലാ കുതന്ത്രങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരിലേക്ക് ഞങ്ങളെ ഖൽബിനൊന്ന് തഅല്ലുഖാക്കി തന്ന് അവരെ മുജാലസത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഔലിയാക്കളെ ലതീഫായ ഖൽബ് നൽകണേ അല്ലാഹ്. ശറഹ് സ്വദർ നൽകണേ അല്ലാഹ്. ഹുസ്നുൽ ഖുൽഖ് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ക്യാരക്ടർ നൽകണം അല്ലാഹ്. ആരും ഇഷ്ടപ്പെടുന്ന സ്വഭാവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളും അല്ലാഹു ഈ മഹല്ലത്തിലും പരിസരത്തിലും ഉണ്ടായിരുന്ന ഞങ്ങളെ അങ്ങേയറ്റം ഇഷ്ടം വെച്ചിരുന്ന പല ആളുകളും ആറടി മണ്ണിൽ കിടക്കുന്നു റഹ്മാനേ. ഞങ്ങളോട് കുശലാന്വേഷണങ്ങൾ നടത്തിയിരുന്ന, ദർസിന്റെ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം അപ്ഡേഷൻ ചോദിച്ചിരുന്ന പല ഉപ്പമാരും ആറടി മണ്ണിൽ കിടക്കുകയാ. അല്ലാഹുവേ, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഞങ്ങളെ
ഞങ്ങളെ മാതാപിതാക്കളൊക്കെ ഖബറിൽ വല്ല പ്രയാസം അനുഭവിക്കുന്നുവെങ്കിലും ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഖബറിൽ പ്രകാശം നൽകണേ അല്ലാഹ്. അദാബി നിമിഷം തന്നെ ഉയർത്തിക്കളയണേ അല്ലാഹ്. റഹമത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവരാണ്, നല്ല വിജയം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തി തരണേ അല്ലാഹ്. രണ്ട് കിഴിയും നഷ്ടപ്പെട്ട് ഡയാലിസ് ചെയ്യുന്നവരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സ്ട്രോക്ക് ബാധിച്ചവരുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്, BTM-ൽ ക്യാൻസർ ബാധിച്ച് അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ഒരു യുവതിയുണ്ട്. അല്ലാഹുവേ, വേദന വല്ലാതെ അനുഭവിക്കുകയാണ്. ഹൈറായ തീരുമാനം നീ നടപ്പാക്കണം അല്ലാഹ്. ഹൈറാണ് ഹയാത്തെങ്കിൽ നല്ല പെട്ടെന്നുള്ള ശിഫ നൽകണം റഹ്മാനെ. മൗത്താണ് ഹൈറെങ്കിൽ ഈമാനുള്ള മൗത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് താങ്ങാനാവാത്ത അസുഖം നൽകല്ല അല്ലാഹ്. ഞങ്ങളെ സ്വകാര്യ ഭാഗങ്ങളെ മറ്റുള്ളവർ കാണേണ്ടി വരുന്ന ഒരവസ്ഥയും നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, ഈ വരുന്ന ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ ഭാഗ്യം നൽകണം അല്ലാഹ്. മലായികത്തിന്റെ മുസാഫഹത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചറബേ, ഞങ്ങളെ ദർശന സഹായിക്കുന്നവരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, മുതഅല്ലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്നവരുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ, സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും കൊടുക്കല്ല റഹ്മാനേ. ജീവിതത്തിൽ നല്ല ബറക്കത്ത് നൽകണം റഹ്മാനെ. കൈവക്കുന്ന തൊടുന്ന സർവ്വ മേഖലയിലും ഫതഹിന്റെ കവാടം തുറന്നു കൊടുക്കണം അല്ലാഹ്. അവസാനം ഞങ്ങൾ മരിക്കുന്ന സമയോ ആ ഡേറ്റ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും നിന്റെ അരികിൽ ആ ഡേറ്റ് ഫിക്സഡ് ആണ് അല്ലാഹ്. മുൻകൂട്ടി മരണം അറിഞ്ഞവരെ പോലെ ഒരൊറ്റ രൂപ പോലും കടം ബാക്കിയില്ലാത്ത സമയത്ത് വസിയത്തുകളൊക്കെ പറഞ്ഞെഴുതി വെച്ചതിനു ശേഷം ഇവരാക്ക് മുന്നിട്ട് പോതോടുകൂടെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചു വരുത്തിയതിനു ശേഷം അവരെയൊക്കെ സമാധാനിപ്പിച്ച് സമാശ്വസിപ്പിച്ചതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവർത്തിച്ചാവർത്തിച്ചാവർത്തി ചൊല്ലി ഹൃദയം മുഴുവൻ അല്ലാഹ്, ഹൃദയം മുഴുവൻ ഈമാൻ കൊണ്ട് നിറയുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നല്ല അർവാഹുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന നല്ല കറാമത്തിന്റെ രാജകീയമായ പ്രൗഢിയുള്ള മൗത്ത് നൽകണേ അല്ലാഹ്. ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ലെങ്കിലും ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അതിന് തടസ്സമാകുന്ന എന്തെല്ലാം ദുസ്വഭാവങ്ങൾ ജീവിതത്തിലുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങളെ മാറ്റി നിർത്തണേ അല്ലാഹ്. അതിലേക്ക് എത്തിക്കുന്ന എന്തെല്ലാം കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്താനുണ്ടോ അതിനൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اجعلنا من الفائزين بليلة القدر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بأسرار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.